നിന്റെ നാവ് ഞാനുണ്ടല്ലോ. എന്തിനാണ് ഈ പെമ്പറന്നോളാ കുട്ടിനോട് ഇങ്ങനെ കാട്ടണത്? എന്ത് കുട്ടി? ഇതാണോ കുട്ടി? കുട്ടിയുടെ കയ്യിലിരിപ്പ്. നല്ല ചുട്ട അടി അങ്ങോട്ട് കൊടുത്താ മതി, അപ്പൊ തന്നെ അങ്ങോട്ട് ശരിയായിക്കോളും. പക്ഷേ ഇന്നൊരു നല്ല ദിവസമായിട്ട് നിന്റെ സ്വഭാവം ഒന്ന് മാറ്റിപ്പിടിക്ക്. ഓ, തുടങ്ങി ഉപദേശം. നിങ്ങൾക്ക് കുട്ടികളെ കളിപ്പിക്കാനാണ് വന്നതെങ്കിലേ എനിക്കതിന് സമയമില്ല. എത്ര നേരാന്ന് വെച്ചിട്ടാ ഇങ്ങനെ നിൽക്കുന്നത്? ആ പെണ്ണിനോട് മാറിപ്പോകാൻ പറ. ചീത്ത, ചെറിയമ്മ, ദുഷ്ട. അമ്മേ, സുൽഫിക്കറെ ആകെ സീനായെന്ന് തോന്നുന്നത്. ചേച്ചി വന്നു. ഇന്നിവിടെ അടി നടക്കും മാർക്കുട്ടി, അടി നടക്കും. മണിമോളുടെ മമ്മി പറഞ്ഞത് എന്താ തെറ്റ്? ശരിയല്ലേ? എന്താ അങ്ങനെ ഒരു കാട്ടല്? എന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ? അഭിപ്രായം ചോദിച്ചിട്ട് വേണോ? ഞാൻ എന്റെ കണ്ണി കണ്ടത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാലേ തൽക്കാലം മിണ്ടാതിരുന്നോ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനേ ഞങ്ങളൊക്കെ ഉണ്ട്. അത് കുട്ടിയെ അല്ലാതെ അന്റെ പോലെ വെണ്ടയ്ക്കായിട്ടില്ലല്ലോ. കുട്ടിയാണെങ്കിലേ വീട്ടിലിരിക്കണം, അല്ലാതെ ഇവിടെ കൊടുന്നിട്ട് എല്ലാരും ഞാൻ കുഴപ്പത്തിലാക്കല്ല വേണ്ടത്. ഞങ്ങൾ ഇവിടെ ഓണാഘോഷ പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. മിണ്ടാതിരിക്കുന്നുണ്ടോ? അതിനെന്നല്ലേ കസേരയ്ക്ക്? ഞങ്ങൾ കസേര കല്യാണാണ് വന്നിരിക്കുന്നത്, അല്ലാതെ കല്ല് കസേരയിൽ ഇരിക്കണത് കാണാനല്ല. ഇത് മണിമോന്റെ മമ്മിയുടെ ചെറിയമ്മയുടെ കുടുംബക്കാരത്തില്ലേ, അപ്പൊ ഇത്രയൊക്കെ തന്നെ ആയിരിക്കും സ്വഭാവം. അതിനിപ്പോ കല്ലു അവിടെ ഇരുന്നാൽ എന്ത് കുഴപ്പം? ഇപ്പുറത്തെ കസേര ഇട്ടാ പോരെ, ഓളവിടെ ഇരുന്നോട്ടെ, ഓളെ വെറുതെ കാര്യപ്പിച്ചണ്ട. ഓ വന്നോ കല്ലു, ഇങ്ങ് വന്നേ. ഒരു പെണ്ണ് ഇജ്ജ് അതിനോട് ചൂടാകൊന്നും വേണ്ട. ബുദ്ധി ഇല്ലാത്തൊരു കുട്ടികൾ അങ്ങനെ പലതും പറയും. അത് കുട്ടിയില്ലാതെ. കല്ലു വന്നേ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ വരാൻ വൈകിയോ? അയ്യോ കല്ലു, അങ്ങനെ പറഞ്ഞോടാ. ഹലോ, നിങ്ങളെല്ലാരും എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഞാൻ ഒരുപാട് വൈകിയോ? ഏയ് ഒന്നുമില്ല ടീച്ചറെ, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ട് ആലോചിച്ചിട്ട് അന്തം വിട്ട് നിന്നതാ. ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാനുള്ള ദിവസമല്ലല്ലോ ഇന്ന്. ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമല്ലേ? ടീച്ചർ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇപ്പൊ പരിപാടി ഇങ്ങനെ ആരംഭിക്കാം. അതിന് എങ്ങനെ പരിപാടി ആരംഭിക്കാനാ? അയ്യോ, മേഡത്തിന് ഭയങ്കര പരാതിയാണെന്ന് തോന്നുന്നു. ഞാൻ നേരം വൈകിയതിന് സാരമില്ല കേട്ടോ. സോറി. അതൊന്നല്ല ബേട്ടേസേ, ആ കസേരയിൽ ഇരിക്കണുണ്ടോ ഒരു കുട്ടിപ്പിശാച്? മര്യാദക്ക് സംസാരിക്കണം. എന്റെ മോളെ അങ്ങനെയൊന്നും വിളിക്കരുത്. ഓ, നിന്റെ അനുസരണ ഇല്ലാത്ത മോളെ പിന്നെ ഞാൻ എന്ത് വിളിക്കാനാ? ചീത്ത, ചെറിയമ്മ. നിങ്ങളോടൊക്കെ സംസാരിക്കാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. ലിച്ചു, നീ മിണ്ടാതിരുന്നേ. അവൾക്ക് കുട്ടികളുടെ അത്ര പോലും ബുദ്ധിയില്ല മോളെ, അവളോട് മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. ഈ സുന്ദരി കൊച്ചാണോ നിങ്ങളുടെ വിഷയം? ആണെങ്കിൽ അയ്യോ, മേഡം ചൂടാണല്ലേ. അവൾ അവിടെ തന്നെ ഇരുന്നോട്ടെ. നല്ല ടീച്ചർ. മുത്തിന് ചെറിയമ്മ ചീത്ത, പക്ഷേ ടീച്ചർ നല്ലതാ. അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ വാശി പിടിച്ചിട്ടാണോ നല്ല ഓണപരിപാടി ഇല്ലാതാക്കുന്നേ? അയ്യേ, ചെയ്യും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി എല്ലാ കുട്ടികളും ഇങ്ങോട്ട് വരൂ. കുട്ടികളെ ഈ കസാരയുടെ അടുത്തേക്ക് നിൽക്കൂ. അയ്യോ, അപ്പൊ മുത്ത് നിൽക്കണില്ലേ? അവൾക്ക് നിൽക്കണമെങ്കിൽ ആരെങ്കിലും വെച്ച് പറഞ്ഞിട്ട് വേണോ? പിറകിലേക്ക് നിന്നിട്ടല്ലേ അവൾ ഇനി കളിക്കണ്ട, അവിടെ നിൽക്കട്ടെ. ഒരു കൊച്ചു കുട്ടിയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ?
കാണുന്നല്ലോ. ഓ നീ കടയ്ക്കല്ലോ. കൂട്ടുകാരെ സന്ധി കളിക്കണ്ട, പന്ത് കളിക്കണ്ടേ? സന്ധി കളിച്ചിട്ട് ഉണ്ണി പന്ത് കളിക്കണ്ടേ? അതൊന്നും ശരിയാവില്ല. ആ പെണ്ണ് പാടിയ പാട്ട് അവള് നേരെ കേട്ടിട്ടുണ്ടാവില്ല, അതാവും. ഇതെന്താ ഇങ്ങനെ? കുട്ടികളെക്കാൾ കഷ്ടമാണല്ലോ. വലിയ ആളുകൾ തോറ്റാലേ അത് അംഗീകരിക്കണം, അല്ലാതെ മറ്റുള്ള കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദേ, മാറിക്കൊടുക്കെ മാറിക്കൊടുക്കെ, ഇനി മുത്ത് വരട്ടെ, മുത്ത് മുത്തേ വാ. ആ, എന്റെ കാല് വേദനിച്ചിട്ട് വയ്യ. എടി മുത്തേ, എന്റെ കാലൊന്ന് ഒഴിഞ്ഞു തന്നേ. മണിമോളെ, മണിമോള് വന്നാ? മണിമോളുടെ മമ്മിക്ക് കാല് വേദനിച്ചത്രേ. ഒന്ന് വന്ന് ഇങ്ങടുത്ത മുത്ത അവിടെ പോയി കളിച്ചോട്ടെ. അയ്യോ വേണ്ട മോളു, ഇപ്പൊ എന്റെ കാലുവേദന കുറഞ്ഞു. മോള് കളിച്ചോ. മോള് കസേരക്കളിയിൽ ഫസ്റ്റ് വാങ്ങണം. മുത്തേ, ഇന്ന് നീ അങ്ങോട്ട് പോയിക്കോ. കുട്ടി, നീ അങ്ങോട്ട് മാറി നിൽക്കോ. ഈ കുട്ടി അവിടെ പോയി കളിക്കോ. മോളു കസേര നോക്കി നടന്നോ, തോറ്റു കൊടുക്കരുത്. അവിടെ അങ്ങ് നിന്നാ പോരാ, ഓടി ചാടി നടക്കണം. അതാണ് ഗെയിം, അല്ലാതെ ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല. കുട്ടി, നീ പോയി നിൽക്കൂ പെട്ടെന്ന്. എടി മുത്തേ, നീ എങ്ങാനും ആ കസേരയിൽ ഇരിക്ക്. നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്റെ മോള് ഇരുന്നോട്ടെ, അവൾക്ക് സീറ്റ് കൊടുക്കണം നീ. എന്തിനാ കുട്ടിയെ ഇങ്ങനെ വഴിക്ക് പറയുന്നത്? പാവം കുട്ടിയാണല്ലോ അത്. നടക്കൂ, പെട്ടെന്ന് നടക്കൂ. ഈ പാർക്കുട്ടി കസേരയുടെ അടുത്തൊന്ന് നിൽക്കണേ, ബെല്ലടിച്ച് അവിടെ കയറി ഇരിക്കാൻ വേണ്ടിട്ട്. അല്ല ടീച്ചറെ, ഈ സെൽഫിക്കറാണ് കസേരയുടെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. മോളു സൂക്ഷിക്കണേ. പാത്തു പുറത്തായി, പാത്തു പുറത്തായി. എടി പാത്തു, ഇതിന് പേര് പെൺകുട്ടിയെന്നാ? ഇനി ഒരു കസേര മാറ്റി വെക്കാം. ഇനി കൊൽസോ അന്റെ തലേന്ന് മാറ്റിക്ക, ഇച്ചൊന്നും കാണില്ലേ? ഓടിക്കോളീം, ചാടിക്കോളീം, ഓടി ഓടി ഓടിക്കോളീം. ഹേയ് കുഞ്ഞുകുട്ടി, നീ ഒരു പാട്ട് പാടിക്കേ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയുടുത്തല്ലോ, അണ്ണി ചടുമറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ സദ്യ ഉണ്ണാനായി. സൂപ്പർ, സൂപ്പർ പാട്ട്. ഇനിയും മോള് പാടണേ.
എടി മുത്തേ, വീട്ടിലങ്ങോട്ട് ചെല്ലട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കസേര അവൾക്ക് കൊടുക്കണമെന്ന്. എന്താ മുത്തിന്റെ ചെറിയമ്മ മുത്തിനോട് സ്വകാര്യം പറയണത്? ഞാൻ എന്താ പറയുന്നതെന്ന് ചെവിയോർത്ത് നടക്കുക. ടീച്ചറെ, എനിക്ക് കാല് വേദനിക്കണോ? ഞാനില്ല, ഞാൻ കളിയിൽ നിന്ന് ഒഴിവാകാ. അത് പറ്റൂല, മുത്ത് കളിക്കണം. മുത്ത് കളിക്കണം. ഇല്ല പാറു, എനിക്ക് നല്ല കാലുവേദനയുണ്ട്, ഞാനില്ല. മുത്തിനെ അവൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, അതാ ഓള് ഇറങ്ങിപ്പോന്നത്.